നേര്യമംഗലത്തിൻ്റെ പ്രതീക്ഷ എന്നിൽ നിങ്ങൾ വെക്കരുത്. കാരണം നേര്യമംഗലത്ത് നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഞാൻ ഒരു 12 മണി 1 മണിക്കാണ് നേര്യമംഗലത്ത് എത്തുന്നത് തോന്നുന്നു. ആ പ്രദേശത്തിൻ്റെ വൈബ് ശരിക്കും ഉൾക്കൊണ്ട് അന്ന് രാത്രി അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും മനോഹരമായ റെസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചെന്ന് തോന്നുന്നു. ഏറ്റവും പുതുക്കി പണിത റെസ്റ്റ് ഹൗസിൽ വളരെ ശാന്തമായി കിടന്നുറങ്ങി രാവിലെ നിങ്ങളുടെ മുമ്പിൽ വളരെ ഫ്രഷായി എത്തി അല്ലേ. നമ്മൾ ഫ്രഷാണെന്ന് പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എനിക്ക് മുമ്പ് ഒരുപാട് പ്രഭാഷകരെ അതൊക്കെ കഴിഞ്ഞ് മധ്യാഹ്നത്തിൽ ഒരു ചൊല്ലുണ്ട്, വയനാട് ഒരു കവിതയുണ്ട്. ആവോ നട്ടുച്ചയായി എന്നെ പിരിയാത്ത നിഴലെ നിനക്കു നന്ദി. നട്ടുച്ചയായാൽ എല്ലാവരും പിരിയും. പിരിയാതെ നിൽക്കുന്ന ഒരാൾ ആര് മാത്രമാണ്? നിഴല് മാത്രമാണ് എന്നുള്ളതാണ് പരമമാണ് സത്യം. അങ്ങനെ എന്നെ പിരിയാതെ ആ നിഴല് മാത്രം നിൽക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങളെ എന്നിലേക്ക് വശീകരിക്കുക എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള വശീകരണ മന്ത്രങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എങ്കിലും ഈ അവിടുത്തെ വിഷയവും കൂടി ഞാനാണ് സജസ്റ്റ് ചെയ്തത്. ആ വിഷയത്തെക്കുറിച്ച് ദീർഘമായ ഒരു ലേഖനം ഞാൻ അന്നത്തെ ആ പ്രസംഗത്തിൽ അവിടെ എഴുതി. അവിടെ ഞാൻ എൻ്റെ ഓരോ പ്രഭാഷണങ്ങളും ഞാൻ ആദ്യം തന്നെ തയ്യാറാക്കും, മനസ്സിൽ തയ്യാറാക്കും, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും എനിക്ക് കൃത്യമായിട്ടുള്ള രൂപരേഖയുണ്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത്. അപ്പൊ എന്നോട് ഒരു സഹൃദയനായ ഒരാൾ ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് ഈ തെന്മലയുടെ അക്ഷരചരിതം തുടങ്ങുക എന്നുള്ളത്. ആ ചോദിച്ച മാത്രമാണ് എനിക്ക് എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത് ഈ തെന്മലയുടെ. ഇപ്പൊ നമ്മുടെ ഈ കോളേജിന്റെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ തെന്മലയുണ്ട്. കുഞ്ഞിരാമൻ നായർ എത്ര അവബോധനായ കവി, കുഞ്ഞിരാമൻ നായർ എത്ര തവണയാണ് ഈ തെന്മലയിലൂടെ അദ്ദേഹത്തിന്റെ തെന്മലയിലൂടെ അങ്ങനെ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. പശ്ചിമഘട്ടത്തിലൂടെ നമുക്ക് നടന്നു പോകാം. പക്ഷെ തെന്മലയിലൂടെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരപഥങ്ങൾ നടന്നു തീർത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം. അപ്പൊ എന്തായാലും ആ സഹൃദയന്റെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ കാലങ്ങളോളം പിൽക്കാലത്തേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ഇടശ്ശേരിയുടെ കവിത കറുത്ത ചെട്ടിച്ചികളാണ്. ഈ കറുത്ത ചെട്ടിച്ചികൾ ഇടശ്ശേരി തുടങ്ങുന്ന ഇടശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജന്മം കൊണ്ട് ഗാന്ധിയനാണ്, പ്രവൃത്തി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവിടെ നേരത്തെ ശ്രീ ആശാമേനോൻ കമ്മ്യൂണിസത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇടശ്ശേരി ആയിരുന്നു, ഇടശ്ശേരി ഗാന്ധിയനായിരുന്നു, പ്രവൃത്തി കൊണ്ട് കമ്മ്യൂണിസ്റ്റുമായി. അങ്ങനെയുള്ള മനുഷ്യരോടാണ് നമ്മൾക്ക് ബന്ധമുണ്ടാവേണ്ടത്. നിങ്ങൾക്ക് ഗാന്ധിയനാവാം, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണെങ്കിൽ അത്തരം ഒരു കോംപ്ലിമെന്റ് ആണ് ഈ കാലത്തിന് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇടശ്ശേരിക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഇടശ്ശേരി പൊന്നാനിക്ക് അപ്പുറം പോയിട്ടില്ല. പൊന്നാനിക്ക് അപ്പുറം സഞ്ചരിക്കാത്ത ഒരാളാണ് ഇടശ്ശേരി. ഒരു വക്കീൽ ഗുമസ്തനായി പൊന്നാനി എന്ന പ്രദേശത്ത് മാത്രം കഴിച്ചുകൂട്ടിയ ഒരു സാധാരണ മനുഷ്യൻ. ആ സാധാരണ മനുഷ്യനാണ് ഒരുപക്ഷെ ലോകത്തേക്ക് വെച്ച് അസാധാരണമായ കവിതകൾ എഴുതിയത്, മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഒരുപക്ഷെ ഈ പിണങ്ങിപ്പോകുന്ന പെങ്ങളെ കുറിച്ചും അപമാനിക്കപ്പെടുന്ന അച്ഛനെ കുറിച്ചും ആദ്യകൊണ്ട അമ്മയെ കുറിച്ചും നമ്മളോട് പറഞ്ഞൊരു കവി ഇടശ്ശേരിയാണ്. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് കവിത അല്ലെങ്കിൽ കവി മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പേരാറ്റുനീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമട്ടിത്തെളിച്ചുകൊണ്ടങ്ങിനെ എത്തി കിഴക്കൻ മലകടന്നിന്നലെ ഈ തീരഭൂമി കറുത്ത ചെട്ടിച്ചികൾ. പഠിക്കാനുണ്ട്. അതില് ഈ വയലിനെ കുറിച്ച്, കരിഞ്ഞുണങ്ങിയ വയലിനെ കുറിച്ച് ഇടശ്ശേരി എങ്ങനെ പറയുന്നത് അറിയോ? ചുണ്ടും പിളർത്തി ചൂടൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കത്തുകിടക്കയാം. ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കത്തുകിടക്കയാം. പെറ്റെണീക്കും മുമ്പ് കണ്ണടച്ചാളകോ പറ്റേ വിളത്തുരക്കാല വർഷാങ്കന. ഇപ്രാവശ്യം മഴയില്ല എന്നൊരു സാധാരണ കർഷകൻ പറയുന്ന മട്ടിലാണ് ചുണ്ടും പിളർത്തി ചുരുളൻ മുടിയുമായി മുണ്ടകപ്പാടങ്ങൾ കത്തരെ
ഒരു കവി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് എന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഇവിടെ നിന്ന് വരുന്ന ചില സ്ത്രീകളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആ കാലഘട്ടത്തിൽ. ഇത് കവിത എഴുതുന്നത് ഈ ഇടശ്ശേരി കറുത്തചെട്ടിച്ചുള്ള പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ആശാമേനോ നേരത്തെ പറഞ്ഞ അതിനൊക്കെ മുമ്പ് 1954 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത വരുന്നത്. ആ ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികളിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: കെട്ടിപ്പുണരുവാൻ കൈനീട്ടി നിൽക്കയാം കേരമനോഹര കേരളത്തൊട്ടുകൾ. കുഞ്ഞിനാട് മാഷേ, ഞാൻ ഓർത്തുപോകയാണി മലനാട് അതിദൂരസ്ഥിതിയിലകപ്പെട്ട നാളുകളിൽ ഇങ്ങോടിയെത്തി തുണയ്ക്കുവാൻ നിന്നവർ മുങ്ങിക്കുളിക്കാത്ത കൊങ്ങരാണെപ്പോഴും. ഇങ്ങോടിയെത്തി തുണയ്ക്കുവാൻ നിന്നവർ ആരാണ് ഈ മുങ്ങിക്കുളിക്കാത്ത കൊങ്ങർ? ആരാണ് ഈ മുങ്ങിക്കുളിക്കാത്ത കൊങ്ങർ? തമിഴ് മംഗമാല. അവർ മംഗമാലൊന്നുമല്ല. അവരെന്തിനാ വന്നതറിയോ? അവർ വന്നത് സോപ്പ്, ചീപ്പ്, കണ്ണാടി, മട്ടിപ്പശ വിറ്റ് നടക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വാളയാർ ചുരം കടന്ന്, ശരിക്കും വാളയാർ ചുരമല്ല പാലക്കാടൻ ചുരം, ആ വാളയാറിലൂടെ ഇങ്ങെത്തിയ അല്ലെ, വാളയാറപ്പുറമെത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു നാം അവർക്കു സംസ്കാരമറ്റവർ. വളയാറപ്പുറമെത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു നാം അവർക്ക് സംസ്കാരമറ്റവർ. അടുത്ത വരിയുടെ ശരി പറയുന്നത് നോക്കൂ: നൂനം മഹോന്നതം തന്നെ മലനാടുമാനിച്ചുയർത്തി പിടിക്കുന്ന മേന്മകൾ ഈ തറവാടിത്ത ഘോഷണത്തെക്കാൾ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും കൂടി. ഈ തറവാടിത്ത ഘോഷണത്തെക്കാൾ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും കൂടി. പിൽക്കാലത്ത് നോക്കൂ, വൈലോപ്പള്ളി എഴുതുന്ന കവിത ആസാം പണിക്കാരാണ്. പിൽക്കാലത്ത് ഇന്ന് നമ്മുടെ പെരുമ്പാവൂർ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ഥിതി അല്ലെ? പെരുമ്പാവൂരിലെ പ്രഭാതം കാണാം അല്ലെ? പെരുമ്പാവൂരിലല്ലേ അല്ലെ? പെരുമ്പാവൂരിലെ പ്രഭാതം കാണുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഇടശ്ശേരി പറഞ്ഞത് പിൽക്കാലത്ത് വളരെ കൃത്യമായി കേരളത്തിൽ പ്രാവർത്തികമായത്. നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം ഇവരോട് അവറ്റ കാണിക്കുന്നത്? നാളെ നിങ്ങളെ തേടി ബംഗാളികളും ആസാമുകളും ഒക്കെ വരും, ആസാമീസ് ഒക്കെ വരും. അവരൊക്കെ ഈ മണ്ണിൽ അവരുടേതായ അല്ലെ, അപ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ഈ തറവാടിത്ത ഘോഷണത്തെക്കാൾ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും കൂടി. ഇത് നമ്മെ പഠിപ്പിച്ചൊരു കവിയുടെ പേരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഈ ഇടശ്ശേരിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ചെറുതല്ല. ഞാൻ ഈ തെന്മലയുടെ അക്ഷരചരിതമാണ് കേട്ടോ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തെന്മലയുടെ അക്ഷരചരിതം പറയുമ്പോൾ പഴയ പാലക്കാടിന്റെ ജിയോഗ്രഫി ആലോചിക്കണം. പഴയ പാലക്കാട് എന്താണെന്ന് അറിയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടായിരുന്നു. പാലക്കാട് എന്ന് പറയുന്നത് പൊന്നാനി വരെ മാത്രമല്ല, പെരിന്തൽമണ്ണ മലപ്പുറത്തിന്റെ ഭാഗമാണ് ഇന്ന് എങ്കിൽ അന്ന് പെരിന്തൽമണ്ണ പാലക്കാടിന്റെ ഭാഗം. അപ്പോൾ പെരിന്തൽമണ്ണയും പൊന്നാനിയും ഒക്കെ ചേർന്ന ഒരു വലിയ പാലക്കാടിന്റെ പ്രതിനിധാനമായിരുന്നു MT വാസുദേവൻ നായരും OV വിജയനും നന്ദനാരും. ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണം കാണും, ഞാൻ നന്ദനാരെ കുറിച്ച് ഓർത്തു. നന്ദനാരുടെ ഉണ്ണിക്കുട്ടന്റെ ലോകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ണിക്കുട്ടന്റെ ലോകത്ത് ഒരു പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് ഇങ്ങനെ അമർത്തുകയാണ്. അങ്ങനെ അമർത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒന്നിനെ ഉണ്ണിക്കുട്ടൻ വിശേഷിപ്പിക്കുന്നത് വെളുത്ത പുഴു എന്നാണ്. വെളുത്ത പുഴു എന്നാണ്. ഇക്കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പലരും എന്റെ സമകാലികരായിരിക്കും. സിബാക്ക ടൂത്ത്പേസ്റ്റിലെ കുഞ്ഞു പാവകൾ ശേഖരിച്ചിരുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൗമാരം ഉണ്ടായിരുന്നില്ലേ? ആ സിബാക്കയിലെ വരകൾ നോക്കി നമ്മൾ ആനന്ദിച്ചു. ഇതൊക്കെ കവിതയാണ് കേട്ടോ. ഞാൻ കവിത എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് എങ്ങനെയാണ് കവിതയെ? മറ്റേ ഷെൽവി കാണുന്നത് പോലെയാണ് അല്ലെ? മമ്മൂട്ടിയിൽ ഉണ്ട് കവിത, നടരാജ വിഗ്രഹത്തിൽ ഉണ്ട് കവിത, മഴയിൽ ഉണ്ട് കവിത അല്ലെ? പകുതി കത്തിത്തീർന്ന സിഗരറ്റിലുണ്ട് കവിത. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞത്, സിഗരറ്റു കണക്കെരിഞ്ഞു പോകും നരജന്മം, ചുടുചാമ്പൽ പരിശിഷ്ടം, അതും തണുത്തലിഞ്ഞുറഞ്ഞു പോകും ഭൂതഭൂതഭൂമി. ഇതിനേക്കാൾ വലിയ ആത്മീയത വേറെ എവിടെയും, ഇതിനേക്കാൾ വലിയ ആത്മീയത നമുക്ക് എവിടെയും കാണാൻ പറ്റും. ബാലേന്ദ്രൻ പറഞ്ഞതാണ് അല്ലെ? ബാലേന്ദ്രൻ എന്താ പറഞ്ഞത്? സിഗരറ്റ് കണക്കെരിഞ്ഞു പോകും നരജന്മം. സിഗരറ്റ് വലിച്ചില്ലെന്നൊന്നുമല്ല. പിന്നെ സിനിമയിൽ ആദ്യം വരുന്ന സാധനം ഉണ്ടല്ലോ,
നമ്മളെല്ലാം തലതാഴ്ത്തിയിരിക്കുകയോ ഒരുപക്ഷെ സിനിമാ തിയേറ്ററിന്റെ പുറത്തു പോവുകയോ ചെയ്യുന്ന ശ്വാസകോശ അർബുദത്തെ കുറിച്ചുള്ള നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ വേവലാതിയാണ് അല്ലെ. അത് ശ്വാസകോശ അർബുദം വന്നാലും അത് കാണണമെന്ന് ആഗ്രഹമില്ല അല്ലെ, ആലോചിച്ചൊക്കെ ഉണ്ടോ? പക്ഷെ ബാലേന്ദ്രന്റെ ഈ കവിത നോക്കൂ, എത്ര ആത്മീയമായൊരു ഔന്നത്യത്തിലേക്കാണ് അല്ലെ. തകരാത്ത കവിതയിലൊക്കെ പറയുന്ന മറ്റൊരു വിധത്തിലാണത് അല്ലെ. സിഗരറ്റുകൾ തിരിഞ്ഞു പോകുന്ന ജന്മം, ചുടുചാമ്പൽ പരിശിഷ്ടം, അതും തണുത്തരിഞ്ഞുറഞ്ഞു പോവും ഭൂതകൂടി. നമ്മൾ ആലോചിക്കണം, മലയാള കവിതയുടെ ഒരു ദിശാസൂചകമായ ഇത്തരം മറ്റൊരു കവിത എഴുതിയിട്ടുണ്ട്. മറ്റൊരു കവിത എഴുതിയിട്ടുണ്ട്. നെന്മലയുടെ കവിതകളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരർത്ഥത്തില്. ജിയുടെ രൂപം മറ്റൊന്നാണ്. ജി 8 ഒഴിവ് പറയുന്നുണ്ട്. എന്താണ് ജി കടുത്ത പുരോഗതിക്കാരനായിരുന്നു. ജി ശങ്കരക്കുറുപ്പ് മഹാരാജാസിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കടുത്ത പുരോഗതിക്കാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ഒരേത്തി എന്നാണ് കവിതയുടെ പേര്. ഈ ഒരേത്തി എങ്ങനെയാണെന്നറിയോ? ഈ നമ്മുടെ രീതിയിൽ മറ്റേ തിരുവിതാംകൂർ ഭാഗത്ത് ചൂടിയിലാണ് ഈ സിഗരറ്റിന്റെ ഈ ഇതിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഒരു മുസൽമാൻ കത്തിക്കുകയാണ്. മുസൽമാൻ കത്തിക്കുന്നത് ബീഡിയാണ്. അപ്പൊ ബീഡി കത്തിച്ച് മുസൽമാൻ പോകുന്നത്. അപ്പൊ പിന്നെ വന്നൊരു സത്യക്രിസ്ത്യാനി വന്നിട്ട് സിഗരറ്റ് കത്തിച്ചു പോകുന്നു. പിന്നെ ഒരാൾ ചൂട്ട് കത്തിക്കുന്നുണ്ട്, പിന്നെ ഒരു പൈപ്പ് കത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കത്തിച്ച ശേഷം സൂര്യകാന്തി എഴുതിയ ശങ്കരക്കുറുപ്പാണ് അല്ലെ. അരുതീയല്ല ഞാൻ തെറ്റാണെന്നെങ്കിലും ചോദ്യം ചെയ്യാം. അങ്ങയുടെ ഊഹം തെറ്റാണെങ്കിൽ എന്റെ പ്രണയം അവിടെ നിൽക്കുന്നു, പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സൂര്യകാന്തിയുണ്ട്. ഇതിലുള്ള ഈ അപ്പൊ അത്തരത്തിലുള്ള ജി എഴുതിയ കവി ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്. ജി പറയുന്ന ശക്തമായ വരി തന്നെ, നാളെ നാം ഒരു ചിതയുടെ ചുണ്ടിൽ ചിത്രമായ വർണ്ണീല, നാളെ നാം ഒരു ചിതയുടെ ചുണ്ടിൽ. ഇത് മനോഹരമായി മറക്കുകയും ചെയ്തൊരു മലയാളിയെ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യകാന്തി എന്ന് പറയുന്ന ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ പ്രണയത്തെ ഇങ്ങനെ അടയാളപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? ചോദിപ്പു സുന്ദര ദിവാകരൻ മധുരമാണ് അരുനീയനചെത്തി നിർനിമേഷയായ തിരുബോധവേ എന്നെ തന്നെ തിരിഞ്ഞു നിൽക്കുന്നു. വല്ലതും പറയുവാനുണ്ടാം, ഇല്ല തെറ്റാവുകയെങ്കിൽ ഞാൻ ചോദിച്ചില്ല അല്ലെ. നമ്മളൊക്കെ എപ്പോഴും പഴയ ഫെയർവെൽ പാർട്ടിക്ക് പോയിട്ട് അല്ലെങ്കിൽ എന്താണ് പറയാ, എന്തായാലും പേര് പറയാ, നമ്മുടെ 10ാം ക്ലാസ് വരെ കൂടി ചേരുന്ന ഒരു യോഗത്തിന് എന്താ പറയാ, പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുന്നത്.